നഗരത്തിലെ ഫ്ളാറ്റിൽ യുവതി സ്വന്തം ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തി. അന്നത്തെ പ്രഭാതം ഉണർന്നത് അങ്ങനെ ഒരു വാർത്ത കേട്ടായിരുന്നു. കേട്ടവർ മുഴുവൻ മൂക്കത്ത് വിരൽ വെച്ചു. എല്ലാവരും പറയുന്നത് അവരെ കണ്ടു പഠിക്കാനാണ്. അത്രത്തോളം സ്നേഹമുള്ള ദമ്പതികൾ, മഹിയും അവന്റെ പ്രിയപ്പെട്ട സ്വപ്നയും. അവർക്കിടയിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്നത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആ 30 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാം. സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിലെ 10ാം നിലയിലെ 10B എന്ന ഫ്ളാറ്റിലായിരുന്നു മഹിയും സ്വപ്നയും താമസിച്ചിരുന്നത്. നഗരത്തിലെ ഏറ്റവും മാതൃകാപരമായ ദമ്പതികളെന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. മഹി ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അയാൾ ഇത്രയും വലിയൊരു സ്ഥാനം അച്ചീവ് ചെയ്തത്. സ്മാർട്ടായ വ്യക്തിത്വം, മിതമായി മാത്രം സംസാരിക്കുന്ന പ്രകൃതം, ആരെയും സഹായിക്കുന്ന മനസ്സ്, അതൊക്കെയായിരുന്നു അയാളെ എല്ലാവർക്കും ഇടയിൽ സ്വീകാര്യനാക്കിയത്. സ്വപ്നയാകട്ടെ മഹിയുടെ തണലിൽ കഴിയുന്ന സൗമ്യയായ ഒരു വീട്ടമ്മ. ഇവരെ കാണുമ്പോഴൊക്കെ ഫ്ളാറ്റിലെ മറ്റ് താമസക്കാർ പറയുമായിരുന്നു, മഹിയെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്ന്. പുരുഷന്മാരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. സ്വപ്നയെപ്പോലെ ഒരു പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ ആ 4 ചുവരുകൾക്കുള്ളിലെ സത്യം മറ്റൊന്നായിരുന്നു. പുറമേ കാണുന്ന ആ മനോഹരമായ പെയിന്റിങ്ങിന് പിന്നിൽ ഇറ്റിറ്റു വീഴുന്ന ചോരയുടെ കഥ ആരും അറിഞ്ഞില്ല. സ്വപ്നയുടെ ജീവിതം ഒരു വലിയ അഭിനയമായിരുന്നു. മഹിയുടെ വിജയത്തിൻ്റെ ഓരോ പടവുകളും പടുത്തുയർത്തിയത് അവളുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. മഹിക്ക് കരിയർ എന്നാൽ എല്ലാമായിരുന്നു. പണത്തോടുള്ള ആർത്തി അയാളെ ഒരു മൃഗമാക്കി മാറ്റിയിരുന്നു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ കണ്ട സ്നേഹമൊന്നും അധികകാലം നീണ്ടു നിന്നില്ല. കമ്പനിയിലെ ബോസുമാർക്കും വിദേശ ക്ലയൻറ്റുകൾക്കും മുന്നിൽ സ്വപ്നയെ അയാളൊരു പ്രദർശന വസ്തുവായി നിർത്തി. തുടക്കത്തിൽ അത് പാർട്ടികൾക്കിടയിലെ വെറും പരിചയപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. പക്ഷേ പിന്നീടത് മാറി. ഒരിക്കൽ മഹി ആവശ്യപ്പെട്ടത്, സ്വപ്ന, ഗുപ്ത സാറിനെ നീ ഒന്ന് സന്തോഷിപ്പിക്കണം. അയാൾ വിചാരിച്ചാൽ ഈ മാസം എനിക്ക് വൈസ് പ്രസിഡന്റ് പോസ്റ്റ് കിട്ടും. മഹിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സ്വപ്നയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ അവനെ തടയാൻ ശ്രമിച്ചു, കരഞ്ഞ് കാലു പിടിച്ചു. പക്ഷെ മഹിക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. നീ വെറും ഒരു പെണ്ണാണ്, എൻ്റെ പണം കൊണ്ട് സുഖമായി കഴിയുന്നവൾ. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്ന് പറഞ്ഞ് അയാൾ അവളെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. അവളുടെ ദേഹത്തെ പാടുകൾ പുറം ലോകം കാണാതിരിക്കാൻ അയാൾ അവൾക്ക് വലിയ ആഭരണങ്ങളും വില കൂടിയ സാരികളും വാങ്ങിക്കൊടുത്തു. പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ മഹിയുടെ സുഹൃത്തുക്കൾ അവളോട് മോശമായി പെരുമാറുമ്പോഴും മഹി ദൂരെ നിന്ന് വിജയീഭാവത്തിൽ ഗ്ലാസ് ഉയർത്തുന്ന കാഴ്ച അവൾക്ക് അറപ്പുണ്ടാക്കി. സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചിട്ട് കിട്ടുന്ന ആ സ്ഥാനക്കയറ്റം അയാൾ ഒരു ലഹരി പോലെ ആസ്വദിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സ്വപ്ന ഒരു യന്ത്രത്തെ പോലെയായി. അവളുടെ ഉള്ളിലെ ചിരി മാഞ്ഞു. പകരം ഒരു കനൽ അവിടെ പുകയാൻ തുടങ്ങി. തൻ്റെ ജീവിതം തകർത്തവനോടുള്ള പക ഓരോ നിമിഷവും അവളിൽ വളർന്നുകൊണ്ടിരുന്നു. മഹിക്ക് അടുത്ത വലിയ ഡീൽ ലഭിക്കാനുള്ള ദിവസമായിരുന്നു അത്. കമ്പനിയുടെ CEO നേരിട്ട് അവരുടെ വീട്ടിൽ വിരുന്നു വന്നു. അന്ന് വൈകുന്നേരം മഹി പതിവിലും സന്തോഷത്തിലായിരുന്നു. അയാൾ സ്വപ്നയ്ക്ക് വേണ്ടി ഒരു സെക്സി ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തു. ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾക്ക് നിന്നെ വലിയ താല്പര്യമാണ്. നീ ഇന്ന് വഴങ്ങിക്കൊടുത്താൽ നാളെ മുതൽ ഈ കമ്പനിയുടെ CEO കഴിഞ്ഞാൽ അടുത്ത ആൾ ഞാനായിരിക്കും. നമ്മുടെ ബാങ്ക് ബാലൻസ് കോടികളാകും. മഹിയുടെ വാക്കുകളിൽ ഒരുതരം ഭ്രാന്തുണ്ടായിരുന്നു. സ്വപ്ന ഒന്നും മിണ്ടിയില്ല. അവൾ കണ്ണാടിക്ക് മുന്നിലിരുന്ന് ഒരുങ്ങി. അവളുടെ കണ്ണുകളിൽ പക്ഷെ പഴയ ആ ഭയമായിരുന്നില്ല. പകരം ഒരുതരം ശാന്തതയായിരുന്നു. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. വിരുന്നുകാരൻ വന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. അവർ ചിരിച്ചും കളിച്ചും മദ്യപിച്ചും സമയം കളഞ്ഞു. ഓരോ നിമിഷവും ആ മനുഷ്യൻ്റെ നോട്ടം തൻ്റെ ശരീരത്തിൽ തറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. പക്ഷേ മഹി അത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. വിരുന്നുകാരൻ അയാളുടെ ആവശ്യം കഴിഞ്ഞു പോയി കഴിഞ്ഞു. മഹി മദ്യലഹരിയിൽ ബെഡ്റൂമിൽ വന്നിരുന്നു. അയാൾ പിച്ചി ചീന്തി വെറും ചണ്ടി പോലെ ആക്കിയിരുന്നു അവളെ. കണ്ടോ സ്വപ്ന, ഞാൻ പറഞ്ഞില്ലേ, ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. നീ കാണിച്ച ആ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് എനിക്കിന്ന് നേടാൻ കഴിഞ്ഞത് എന്താണെന്ന് നിനക്കറിയോ? ഇനി കോടികൾ തന്നെ നമ്മൾ സമ്പാദിക്കും. നീ എൻ്റെ ലക്കി ഗേളാണ്, സത്യം പറയാലോടി. നീ ഒരു അങ്ങനെ തന്നെയാണ്. നിന്നെ കൊണ്ട് മയങ്ങാത്ത ഒരുത്തനും ഇവിടെയില്ല. അതുകൊണ്ടല്ലേ എനിക്കെല്ലാം ഇത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ നീ ഓർക്കണം, പുറത്തുള്ളവർക്ക് ഞാൻ ഇന്നും ആ പഴയ മര്യാദരാമൻ തന്നെയാണ്. ഈ 4 ചുമരുകൾക്കുള്ളിൽ നടക്കുന്നതൊന്നും ആരും അറിയാൻ പാടില്ല. അത്രയും പറഞ്ഞു അയാൾ ഉറക്കെ ചിരിച്ചു. ആ ചിരി അവളുടെ ചെവിയിൽ ഇരമ്പിക്കയറി. വർഷങ്ങളായി താൻ അനുഭവിച്ച ഓരോ വേദനകളും ഓരോ അപമാനങ്ങളും അവളുടെ കണ്ണിൽ മിന്നിമറഞ്ഞു. തൻ്റെ ശരീരം വിറ്റുണ്ടാക്കിയ ആ സിംഹാസനത്തിലിരിക്കാൻ അയാളെ അനുവദിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അടുക്കളയിൽ നിന്ന് ആ വലിയ കത്തിയുമായി അവൾ വരുമ്പോൾ മഹി
ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ആദ്യത്തെ വെട്ട് അയാളുടെ കഴുത്തിന് തന്നെയായിരുന്നു. മഹി അലറി വിളിച്ചു. എന്താ സ്വപ്നം നീ ചെയ്യുന്നത്? അയാൾ ഭയത്തോടെ ചോദിച്ചു. നീ എന്നെ ഒരു മനുഷ്യജീവിയായിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ ഭാര്യ എന്ന ഒരു പരിഗണന നീ എനിക്ക് തന്നിട്ടുണ്ടോ? കാമഭ്രാന്തന്മാർക്ക് അവരുടെ ആവേശം തീർക്കാൻ നീ എന്നെ ഇട്ടുകൊടുക്കുകയായിരുന്നില്ലേ? അവർ കാണിക്കുന്ന വൈകൃതമെല്ലാം സഹിച്ച് ഞാൻ പിടയുമ്പോൾ നീ നേട്ടങ്ങളുടെ കണക്കെടുക്കുകയായിരുന്നു അല്ലേ? ഇല്ലടാ, എൻ്റെ മാംസം വിറ്റ് നിന്നെ ഇനി ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവൾ വീണ്ടും വെട്ടി. അയാളുടെ ആ വെളുത്ത വസ്ത്രങ്ങൾ ചോരയിൽ കുതിർന്നു. 10 മിനിറ്റ് നീണ്ട ആ പോരാട്ടത്തിനൊടുവിൽ മഹി നിശ്ചലനായി. തൻ്റെ ശരീരം വിറ്റുണ്ടാക്കിയ ആ ആഡംബര ബെഡിൽ അയാൾ ചോരയിൽ കുളിച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയാണ് വിവരം ആദ്യം അറിഞ്ഞത്. പോലീസ് വന്നു. മഹിയുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ ഒത്തുകൂടി. ഫ്ളാറ്റിലെ സ്ത്രീകൾ ഓരോന്നോരോന്ന് പറഞ്ഞുണ്ടാക്കി. നോക്കിയേ, ഇത്രയും സ്നേഹനിധിയായ ഒരു ഭർത്താവിനെ ഇവൾ കൊന്നല്ലോ. ഇവൾക്ക് വേറെ വല്ല അവിഹിതവും കാണും. കാണാൻ പാവമാണെങ്കിലും ഇവൾ ഒരു കരിനാഗമായിരുന്നല്ലേ. പാവം മഹിസാറ്, അയാൾക്ക് ഈ ഗതി വന്നല്ലോ. സ്വപ്ന പോലീസ് ജീപ്പിലിരുന്ന് ഇതൊക്കെ കേട്ടു. അവൾക്ക് ചിരിയാണ് വന്നത്. നാട്ടുകാരുടെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം എത്ര വിഡ്ഢിതരമാണ്. മഹി ചെയ്ത ക്രൂരതകൾ പുറത്തു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അവൾക്ക് അതറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരക്ഷരം മിണ്ടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ നിൽക്കുമ്പോഴും അവൾ ശാന്തയായിരുന്നു. ലോകം അവളെ ഒരു കൊലപാതകിയോ വഞ്ചകിയോ ആയി കാണട്ടെ. പക്ഷെ ഓരോ തവണയും മഹി തന്നെ വിൽക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ ആ നരകം ഇനിയില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. അവൾക്ക് അവളുടെ മനസാക്ഷി മാത്രം ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. ആ കോടതിയിൽ അവൾക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു. ആ മുറിക്കുള്ളിൽ വെച്ച് താൻ ചെയ്തത് ശരിയാണെന്ന് അവളുടെ ഉള്ളിലെ പെണ്ണ് അവളോട് പറഞ്ഞു. ജയിലിലെ ഇരുണ്ട മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ ആദ്യമായി സ്വാതന്ത്ര്യം അനുഭവിച്ചു. അപ്പുറത്തുള്ളവരുടെ പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും അവൾക്ക് പുല്ലായിരുന്നു. കാരണം ആ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ പിശാചിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. തൻ്റെ അഭിമാനം കാക്കാൻ അവൾക്ക് ലഭിച്ച ഒരേയൊരു വഴി ഇതായിരുന്നു. ആ വഴി അവൾ തിരഞ്ഞെടുത്തു. മറ്റുള്ളവർക്ക് അവൾ ഒരു പാപിയായിരിക്കാം, പക്ഷേ അവൾക്കവൾ ഒരു പോരാളിയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.